റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളത്തേക്കുള്ള ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സൈഡ് സീറ്റിലായി ഒരു 20-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. കൂടെ ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും. അത്യാവശ്യം യാത്രക്കാരുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. ട്രെയിൻ പുറപ്പെട്ടു. കുറച്ചു ദൂരം എത്തിയപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ, ഒന്ന് ഇവിടേക്ക് നോക്കൂ, ഈ മരങ്ങളെല്ലാം പുറകോട്ട് പോകുന്നു." ഇത് കേട്ട അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു. അടുത്തുള്ള ഒരു യാത്രികനും ഇത് കേൾക്കുന്നുണ്ട്. അയാൾക്ക് ഇത് കേട്ടപ്പോൾ അതിശയം തോന്നി. 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നതും അയാളുടെ അച്ഛൻ ഇത് പുഞ്ചിരിയോടെ കേൾക്കുന്നതും കണ്ടിട്ട് ആ യാത്രികന് അമർഷം തോന്നി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ മകൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ നോക്കൂ, ആ മേഘങ്ങളെല്ലാം നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നു." ഇത് കേട്ട അച്ഛൻ വീണ്ടും പുഞ്ചിരിച്ചു. ഇതുകൂടെ കണ്ടതോടെ ആ യാത്രികന് അമർഷം അടക്കാനായില്ല. അയാൾ ആ അച്ഛനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, "നിങ്ങളുടെ മകനെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കണം. ഇവന് ഇപ്പോഴും ഒരു പക്വത വന്നിട്ടില്ല. ഈ പ്രായത്തിലുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ മകൻ സംസാരിക്കുന്നത്? ഇവന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് മകനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ." ഇത് കേട്ട ആ അച്ഛൻ യാത്രികനോട് പറഞ്ഞു, "ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. എൻ്റെ മകന് നന്നേ ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവന് കാഴ്ച തിരിച്ചു കിട്ടിയത്. അതിനാൽ അവൻ എല്ലാത്തിനെയും ഒരു കൗതുകത്തോടെയാണ് സമീപിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം കാണുന്നത്." ഇത് കേട്ട യാത്രികന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ആ അച്ഛനോട് മാപ്പ് പറഞ്ഞു. ഈ കഥയിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങൾക്കും ഓരോരോ കഥ പറയാനുണ്ടാകും. നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല. ചിലർ അത് പുറത്തു പറയുന്നവരായിരിക്കാം, ചിലർ എല്ലാം ഉള്ളിലൊതുക്കുന്നവരുമായിരിക്കാം. അത് പുറമേ നിന്ന് നോക്കി വിലയിരുത്തരുത്. കരയുന്നവൻ മാത്രം വേദനയുള്ളവൻ, കരയാത്തവൻ കഠിനഹൃദയൻ എന്നൊന്നില്ല. പുറമേ കരയുന്നവനേക്കാൾ വേദന അത് കരഞ്ഞ് പുറന്തള്ളാൻ കഴിയാതെ ഉള്ളിലൊതുക്കി ഉരുകിത്തീരുന്നവനുണ്ടാകാം. ജീവിത സാഹചര്യങ്ങളായിരിക്കാം ചിലരെ അങ്ങനെയാക്കി തീർത്തത്. ഇന്നത്തെ സമൂഹത്തിൽ ഈ കഥ വളരെ പ്രസക്തമാണ്. സോഷ്യൽ മീഡിയയിൽ പലതും വന്ന് കമന്റ് ചെയ്തു പോകുന്നവർ, അല്ലെങ്കിൽ വീഡിയോ ചെയ്തു പോകുന്നവർ മിക്കപ്പോഴും ആ പ്രസ്തുത കാര്യത്തെക്കുറിച്ചോ ആ വ്യക്തികളെക്കുറിച്ചോ ഒട്ടും ബോധ്യമില്ലാത്തവരായിരിക്കാം. ആരോ പറഞ്ഞ എന്തോ കാര്യത്തെക്കുറിച്ച് നേരിട്ട് ഒരു വ്യക്തതയുമില്ലാതെ അഭിപ്രായം പറയുന്നു. ഇത് നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള അധിക്ഷേപം സഹിക്കവയ്യാതെ പലരും ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. ചിലർ ഇതിനെ അതിജീവിക്കുന്നു, ചിലർ
ഡിപ്രഷനിൽ അടിമപ്പെട്ടു പോകുന്നു. പലതും നമ്മൾ അറിയാറ് പോലുമില്ല. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പോകുന്നവരാരും തന്നെ പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കാറ് പോലുമില്ല. മറ്റൊരു വിഷയം കിട്ടുമ്പോൾ അവർ അതിനു പിന്നാലെ പോകുന്നു. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പോകുന്ന ഒരു കാലം. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ പലരും ഇങ്ങനെയായി മാറുന്നു. ഒരിക്കലും സത്യം അറിയുന്നതിന് മുമ്പ് ഒരു കാര്യത്തെക്കുറിച്ച് വിലയിരുത്താതിരിക്കുക. വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അത് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. ചിലപ്പോൾ ചില ജീവിതങ്ങളെ തന്നെ അത് ഇല്ലാതാക്കിയേക്കാം. അക്ഷരങ്ങൾ ദൈവികമാണ്. അത് മറ്റൊരാളെ അനാവശ്യമായി മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. നന്ദി. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.